രുചിക്കൂട്ടുകളുടെ രാജകീയ സംഗമവേദിയായ ഗൾഫ് ഫുഡിൽ സന്ദർശകരെ ആകർഷിച്ച ഓർക്കാല ഇന്ത്യ പവലിയൻ. ഓർക്കാല ഏറ്റെടുത്ത കേരളത്തിലെ സ്വന്തം ഈസ്റ്റേണിൻ്റെയും കർണാടകയിൽ നിന്നുള്ള MTRയുടെയും ഉൽപ്പന്നങ്ങളെക്കുറിച്ചറിയാൻ സന്ദർശകർ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഒഴുകിയെത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളകളിൽ ഒന്നായ ഗൾഫ് ഫുഡിൽ ഈസ്റ്റേൺ സജീവമാണ്. കേരളത്തിന്റെ സ്വന്തം ഈസ്റ്റേൺ നോർവീജിയൻ കമ്പനിയായ ഓർക്കലയ്ക്ക് കീഴിൽ രാജ്യാന്തര വിപണി കീഴടക്കാൻ ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ഗൾഫ് ഫുഡിൽ ഏറ്റവും വലിയ പവലിയനുകളിൽ ഒന്നായി കമ്പനി സജീവമാണ്. നിരവധി സന്ദർശകരാണ് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അറിയാൻ ഇവിടെ എത്തുന്നത്. ഇമറാത്തികൾ ലോക്കൽ ബ്രാൻഡ് പോലെ ഈസ്റ്റേണിനെ സ്വീകരിച്ചു കഴിഞ്ഞു. 32 അറബിക് മസാലകളാണ് ഈസ്റ്റേൺ പുറത്തിറക്കിയിരിക്കുന്നത്. കബ്സ, ബാർബിക്യൂ, ഷവർമ തുടങ്ങിയവയ്ക്കായുള്ള മസാലകൾക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഓർക്കലയുടെ രാജ്യാന്തര ബിസിനസ്സിൽ 70% മിഡിൽ ഈസ്റ്റിലാണ്. മേഖലയിലെ 20,000 കടകളിൽ ഓർക്കല ഉൽപ്പന്നങ്ങൾ ലഭിക്കും. The Middle East region is really important for us, and this is a really important forum for us to be present because Gulf Food gets all of the important customers, retailers present here in this forum, and in the Middle East we get about 70% of our international business. So it's a really important business, and the Eastern brand is a big part of that position here, catering to the Malayali diaspora, which is very big in the Middle East. ഈസ്റ്റേൺ MTR ഏറ്റെടുത്ത ഓർക്കല ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലെ ബിസിനസ് വ്യാപനത്തിനായി ഐമിയ കമ്പനിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ദുബായ് ആയിരിക്കും ആസ്ഥാനം. നൂറുകണക്കിന് സന്ദർശകരാണ് ഈസ്റ്റേണിനെയും MTRനെ കുറിച്ച് അറിയാൻ ഈസ്റ്റേണിന്റെ പവലിയനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.